അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് കാറ്റ് എക്സാം സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാറ്റ് എക്സാം സ്പെഷ്യലായിട്ട് നമ്മൾ ഇനി വരുന്ന 10 ഡേയ്സ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ആൾട്ടർനേറ്റിംഗ് കറണ്ടിലെ 5 MCQ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. ഈ ആൻസർ ക്വസ്റ്റ്യനല്ലോ നിങ്ങളൊന്ന് പരിചയപ്പെടുക എന്നുള്ള രീതിയിലാണ്. പരിചയപ്പെട്ടിട്ടുണ്ടാവും, കീം എക്സാം എഴുതിയവർ കൂടുതലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും. കീം എക്സാം എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക. കീം എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ മുന്നിലുള്ളത് കാറ്റ് എക്സാമാണ്, അറിയാലോ, കുസാറ്റ്. അപ്പം കീം എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ കാറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്ത് തീർക്കാം. നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് വെറുപ്പിക്കുന്നൊന്നുമില്ല. ഫസ്റ്റ് 5 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾ പ്ലേ പോസ് എന്നുള്ള ഒരു പോളിസി ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പോസ് ചെയ്യും, എന്നിട്ട് 4 ആയിക്കോ, ക്വസ്റ്റ്യൻ വായിച്ച് 4 ആയിക്കോ. എന്നിട്ട് നിങ്ങൾ ഇല്ലാത്തുള്ള 4 ഓപ്ഷനാണുള്ള 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ശരിയാവുമല്ലോ, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ഉത്തരം പറയും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ഉത്തരം തന്നെയാണോ എന്നുള്ളത് ഒന്നുകൂടി കൺഫേം ആക്കും. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എഫക്റ്റീവാണ്. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ കേട്ടിട്ട് പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ തിയറി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക. നമ്മൾ 10 മിനിറ്റിനുള്ളിൽ ഫുൾ തിയറി പറഞ്ഞ് തീർക്കുന്നതായിരിക്കും. ഈ ചാനലിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നിപ്പം കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അവരെല്ലാം 2-3 മണിക്കൂർ എടുത്ത് ഓരോ ചാപ്റ്റർ പറയുക. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ 10 മിനിറ്റിനുള്ളിൽ തീർക്കും, തിയറി തീർക്കും. വേണ്ടവർ പറയുക. ഇനി അടുത്തോട്ട് ക്ലാസ്സുകൾ വിട്ടിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററും തിയറി 10 മിനിറ്റ് പറയൂ, അടുത്ത 10 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ. അതുപോലെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതെങ്ങനെ എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് അറിയില്ല. എഫക്റ്റീവ് ആവും എന്തായാലും. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കേണ്ട സാധനമുള്ളൂ. അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് അത് കിട്ടും. ദിവസവും ഉണ്ടാവും. നമ്മൾ മാക്സിമം ചാപ്റ്റേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിൻ്റെ കേസിൽ അങ്ങനെ പറയല്ലോ, ചോദ്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ചോദ്യമില്ല. നമ്മളോട് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കാനുണ്ട്. ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഒരൊറ്റ സെൻറ്റൻസാണ്. സെൻറ്റൻസ് പൂർത്തിയായിട്ടില്ല. സെൻറ്റൻസ് പൂർത്തിയാവണമെങ്കിൽ നമ്മൾ അടുത്ത 4 ഓപ്ഷൻ നോക്കണം. അതാണ് ഈ ട്രിക്ക് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ. ഇതിൽ നമുക്ക് വലിയ ക്വസ്റ്റ്യൻ ഒന്നും കാണാനില്ല. ഇപ്പോൾ നമ്മൾ വായിക്കാം, ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഈ 4 ഓപ്ഷൻ വായിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, അതിന് മുന്നേ നമ്മൾ 4 കാണും. കപ്പാസിറ്ററിൻ്റെ കേസിൽ എന്താ, ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമ്മൾ 3 സർക്യൂട്ട് പഠിക്കുന്നത്. അല്ല, 4 സർക്യൂട്ട്. 3 സർക്യൂട്ടും പിന്നെ 3 ഒരുമിച്ചിട്ടുള്ള ഒരു സർക്യൂട്ടും. ഒന്നാണ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, പിന്നെ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പിന്നെ കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഇനി ഇത് 3 ഒരുമിച്ച് വരുന്ന സീരീസ് LCR സർക്യൂട്ട്. അപ്പോൾ ഈ 4 സർക്യൂട്ടിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് മൊത്തം പഠിക്കുന്നതുകൊണ്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞു. കൂടാതെ നമുക്കൊരു ബോണസ് പോലെയാണ് ട്രാൻസ്ഫോമർ വന്നത്. അപ്പോൾ അതുകൂടി പഠിച്ചാൽ ഈ ചാപ്റ്റർ മൊത്തം കഴിയും. ഇത്രയും കാര്യങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ടേബിൾ പോലെ ആക്കിയിട്ടുള്ള വീഡിയോ ആണ് അടുത്ത വീഡിയോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എന്തായാലും വേഗത്തിൽ വരും. എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഫിസിക്സിലായാലും മാത്സിലായിക്കോട്ടെ കെമിസ്ട്രിയിലായിക്കോട്ടെ മൊത്തം ഏറ്റവും എഫക്റ്റീവായിട്ട് ചെറിയ രൂപത്തിൽ ഈ ഗുളിക പോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ വീഡിയോയിൽ അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വരാം. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞല്ലോ, കപ്പാസിറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ സർക്യൂട്ട് നമ്മൾ അന്നേരം മനസ്സിൽ കൊണ്ടുവരണം. കപ്പാസിറ്റർ സർക്യൂട്ട് നമുക്കറിയാം. കപ്പാസിറ്റർ സർക്യൂട്ടിൽ കറണ്ട് ലീഡ് ബൈ വോൾട്ടേജ് ബൈ 2 ആണ്. കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. അവിടെ വോൾട്ടേജ്
ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ആലോചിച്ച് വെക്കുക. അപ്പോൾ നമുക്കറിയാം കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. ഫേസ് ഡിഫറൻസ് അറിയാം, π/2 അഥവാ 90 ഡിഗ്രി. റേഡിയനിലും പറയൂ, ഡിഗ്രിയിലും പറയൂ. അല്ലാതെ ആലോചിച്ച് നോക്കാം. നമുക്ക് ഇത് രണ്ടും അറിയാം. അപ്പോൾ ഇത് രണ്ടിൻ്റെ ആൻസറാണ് ഇതിൽ. അപ്പോൾ കപ്പാസിറ്റർ കേസിൽ നമ്മൾ വായിച്ച് നോക്കുകയാണ്. ഫസ്റ്റ് ഓപ്ഷനാണ് കറണ്ട് ലാഗ് ദ വോൾട്ടേജ് π/2. കറണ്ട് ലാഗാണോ ചെയ്യുന്നത്? അല്ല, കറണ്ട് ലീഡാണ് ചെയ്യുന്നത്. വോൾട്ടേജാണ് ലാഗ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. കറണ്ട് ലീഡ് ദ വോൾട്ടേജ് π/2. ശരിയാണ്, കറണ്ട് ലീഡാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളൊരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ വായിച്ച് നോക്കാം. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ്. തെറ്റാണ്. വോൾട്ടേജും കറണ്ടും ഫേസ് അഥവാ ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ആൻഡ് വോൾട്ടേജ്. അത് ഏത് സർക്യൂട്ടിലാണ്? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലാണ്. ഇവിടെ എന്നാൽ കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ തെറ്റാണ്. അടുത്ത നാലാമത്തെ ഓപ്ഷൻ കറണ്ട് മേ ലീഡ് ഓർ ലാഗ്സ് ദ വോൾട്ടേജ് π/2. കറണ്ട് ചിലപ്പം ലീഡ് ചെയ്യാം, അല്ലെങ്കിൽ ലാഗ് ചെയ്യാം. ഫേസ് ഡിഫറൻസ് നോക്ക്, π/4 ആണ്. തെറ്റാണ്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. π/4 ആണ് ഫേസ് ഡിഫറൻസ്, അതത് 45 ഡിഗ്രി. അപ്പോൾ ഇതിൽ ശരി ഏതാ? രണ്ടാമത്തെ ഓപ്ഷനാണ് കറണ്ട് ലീഡ് ദ വോൾട്ടേജ് π/2 എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ ചോദ്യം വന്നാൽ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ഇതും കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്ര മാത്രമായില്ല നോക്കുന്നു. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. കാരണം വെച്ചാൽ ആ ചാപ്റ്ററിൽ തന്നെ വലിയൊരു ടോപ്പിക്കായത് ഈ ആരാണ് ലാഗ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് വിത്ത് ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചു ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ കപ്പാസിറ്ററിനാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണോ? ഇതിൻ്റെ തിയറി ആയിട്ട് വരുന്ന കപ്പാസിറ്ററിൻ്റെ അകത്ത് കേസിൽ ഇങ്ങനെ കപ്പാസിറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനടുത്ത് തന്നെ ഇൻഡക്ടർ, റെസിസ്റ്റീവ്, പിന്നെ സീരീസ് LCR സർക്യൂട്ട്, ഇതെല്ലാം ഒന്ന് ഇതേപോലെ അങ്ങ് നോക്കിയാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് റെസൊണൻറ്റ് ഫ്രീക്വൻസി ഫോർ സീരീസ് LCR സർക്യൂട്ട്. ഇവിടെ എന്താ കൊടുത്തത്? RLC ഇതാണ്. ഇത് കണ്ടാൽ തന്നെ പഠിച്ചു. നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഇത് നമ്മൾ പഠിച്ചത് LCR സർക്യൂട്ടാണ്. LCR ഇവിടെ അറിയുന്നത് RLC നമ്മളെ കൊടുക്കേണ്ടിയിട്ടാണ്. കാരണം RLC എന്ന് കേട്ടാൽ ചില കുട്ടികൾ അതെനക്ക് അറിഞ്ഞുകൂടെ, ഇത് വേറെ ഏതോ ടോപ്പിക്കാണ്, ഡിലീറ്റഡാ മറ്റേതെന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യും, കുട്ടി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് അടിച്ച് പോകും. അപ്പോൾ നിങ്ങളെ നോക്കുക, ഒന്ന് വായിച്ച് നോക്കുക, മൊത്തത്തിൽ വായിച്ച് നോക്കുക. നിങ്ങളെ കൊടുക്കേണ്ടിയിട്ട് വന്നതാണ്. LCR സർക്യൂട്ടിനെ സാധാരണ എല്ലാവരും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇവരെന്ത് ചെയ്ത് നേരെ മാറ്റി. LCR സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് LCR എന്ന് വന്നത്. ഇവിടെ ഇവർ കണക്ട് ചെയ്ത് എങ്ങനെയാണ്? റെസിസ്റ്റർ, ഇൻഡക്ടർ, പിന്നെ കപ്പാസിറ്റർ. അതങ്ങനെയാണ് RLC എന്ന് വന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കിണ്ടാവും. അപ്പോൾ നോക്കുക, അത് റെഡി. റെസൊണൻറ്റ് ഫ്രീക്വൻസി ഫോർ സീരീസ് RLC സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ റെസൊണൻറ്റ് ഫ്രീക്വൻസി അറിയാലോ. എന്താണ് റെസൊണൻസ് അറിയാമോ? റെസൊണൻസ് അതൊരു ഫിനോമിനാണ്. എന്നുവെച്ചാൽ ഈ LCR സർക്യൂട്ടിൽ എപ്പോഴാണോ കറണ്ട് ബിക്കം മാക്സിമം, കറണ്ട് ഏറ്റവും കൂടുതൽ, കറണ്ടിൻ്റെ പീക്ക്, ആ സ്ഥലം അത് നോട്ട് ചെയ്തല്ലോ. പക്ഷേ ആ സ്ഥലത്ത് വേറൊന്നും കൂടി പോകണം. അവിടെ ഇമ്പിഡൻസ് ബിക്കം മിനിമം. ഇമ്പിഡൻസ് അഥവാ റെസിസ്റ്റർ നമുക്ക് അങ്ങനെ വിളിക്കാം. LCR സർക്യൂട്ടിലെ റെസിസ്റ്ററാണ് ഇമ്പിഡൻസ്. അപ്പം അങ്ങനത്തെ ഒരു പോയിന്റ് അതിന് നമുക്ക് പറയാം റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയാം. റെസൊണൻസ് എന്ന് പറയാം. റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഫ്രീക്വൻസി ഉണ്ടല്ലോ, അത് നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് കൂടി പറയാം. അപ്പോൾ റെഡി. റെസൊണൻസ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനോട് ചോദിക്കുന്നത്. ഇവർ 4 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് റെസൊണൻസ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ? നമുക്കറിയാം ഈ റെസൊണൻസ് ഫിനോമിനൽ, റെസൊണൻസ് എഫക്റ്റ്, അതിനെ നമുക്ക് വേറൊന്നും കൂടി പറയാം. മറ്റൊന്നുമില്ല, XC = XL. അറിയാം. ഈ സാധനം വരുന്നത് നമ്മൾ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും അത്ര റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. നമ്മൾ LCR സർക്യൂട്ടിൽ പറഞ്ഞല്ലോ ഇമ്പിഡൻസ് ആണ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ മറ്റേ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നത് XC XL ആണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ XC = XL, അത് പഠിച്ചു നോക്കും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറണ്ട് ബിക്കം മാക്സിമം, ഇമ്പിഡൻസ് ബിക്കം മിനിമം. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ഞാൻ വേണമെങ്കിൽ കൊടുക്കുക. ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ
ഞാൻ എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളത്. എക്സ് ഈക്വൽ ടു എക്സ് എല്ലാം അറിയാലോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെറിയൊരു ഡെറിവേഷൻ അല്ല, എങ്ങനെയാണ് ആ ഇക്വേഷനിലേക്ക് എത്തുന്നത് എന്നുള്ളത് വേണ്ടവർക്ക് വേണ്ടി സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? ഒമേഗ ഈസ് ഈക്വൽ ടു √1/LC. അപ്പോൾ ഈ √1 എന്ന് പറഞ്ഞാൽ 1 നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് എഴുതാം 1/√LC എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുക അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ. ഇവിടെ ഉള്ളതാകെ മൂന്നാമത്തെ ഓപ്ഷൻ ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് എന്നുള്ളത് അത് കാര്യമാക്കണ്ട, ഒമേഗയാണല്ലോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ √1/LC. √1 എന്നുള്ളത് √1 ആക്കിയിട്ട് നമ്മൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ബട്ട് മറ്റേത് ഇക്വേഷൻ തന്നെയാണ്, √1 തന്നെയാണ്. അപ്പോൾ ഈ ആൻസർ തേർഡ് മൂന്നാമത്തെയാണ്. ബാക്കിയൊന്നും അങ്ങനെ എല്ലാവരും വരുന്നത് LC എന്നാണ് വരേണ്ടത്. അങ്ങനെ ഇല്ലാതെ ഒന്നാമത്തെ കിട്ടുമെങ്കിലും പക്ഷേങ്കിൽ ഡിവൈഡ് ബൈ ഇല്ല, 1 മുകളിലില്ല. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇത് കുറച്ച് നല്ല ഡീപ്പായിട്ടാണ് പോകുന്നത്, ഫസ്റ്റ് ക്ലാസ്സാണ്. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എങ്ങനെ വേണോ ഇനിയും കുറച്ചുകൂടി സ്പീഡാക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പവർ ഫാക്ടർ ഫോർ പ്യൂർലി റെസിസ്റ്റീവ് AC സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ. എന്താ പറയുന്നത്? പവർ ഫാക്ടർ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പവർ ഫാക്ടർ എന്താണെന്നുള്ളത് അറിയാമോ? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ പവർ ഫാക്ടർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos φ ആണ്. φ എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ്. നമുക്കറിയാലോ ഫേസ് ഡിഫറൻസ്. ഓരോ സർക്യൂട്ടിൽ നമുക്ക് ഫേസ് ഡിഫറൻസ് പഠിച്ച് വരുന്നുണ്ട്. എല്ലാവരുടെയും ഫേസ് ഡിഫറൻസ് 5/2 ആണുള്ളത് ആലോചിച്ച് വെച്ച്. അപ്പോൾ പവർ ഫാക്ടർ എന്താ? cos φ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് പറയാം. പവർ ഫാക്ടർ മൊത്തത്തിൽ അങ്ങ് പറയാം. അത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് പവർ ഫാക്ടർ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ എന്നാൽ അവിടെ എന്തില്ല, ഈ ഫേസ് ഡിഫറൻസ് ഇല്ല. ഫേസ് ഡിഫറൻസ് 0 ആണ് അവിടെ, ഫേസ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ cos φ ആണല്ലോ നമ്മളെ പവർ ഫാക്ടർ. അപ്പോൾ ഈ 0 ആണ്. അപ്പോൾ 5 നേരെ കോസിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ cos 0 1 ആണ്. അപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ 1 ആണ്. ഇനി അടുത്ത പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലേക്ക് cos φ എവിടെ എന്തെന്നാ π/2 ആണ് അവിടെ ഫേസ് ഡിഫറൻസ്. അപ്പോൾ cos 90 0 എന്നറിയാം. അപ്പോൾ എത്രയാ? പവർ ഫാക്ടർ 0. അടുത്ത പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ നമുക്കറിയാം ഫേസ് ഡിഫറൻസ് π/2 ആണ്. അപ്പോൾ cos π/2 cos 90 0 ആണ്. അപ്പോൾ എത്രയാ? പവർ ഫാക്ടർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് പറഞ്ഞേ അവിടെ എന്താ ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ആൻഡ് വോൾട്ടേജ്. അപ്പോൾ അവിടെ എന്താ ഫേസ് ഡിഫറൻസ് ഇല്ല. അതാ φ = 0, cos 0 = 1. അപ്പോൾ ആൻസർ എന്നാ രണ്ടാമത്തെ ഓപ്ഷനാണ് 1 എന്നുള്ളത്. ബാക്കി 0 ആവും, പക്ഷേങ്കിൽ ബാക്കിയൊന്നും ആവില്ലല്ലോ. അത് നിങ്ങൾ തെറ്റിക്കണ്ടിട്ടാണ് √3/2 എന്നെല്ലാം തന്നത്. 1 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ കാണാം, നാലാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് ഇൻ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഫേസ് ആംഗിൾ നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടി തോന്നുക. ഫേസ് ആംഗിൾ വേറെന്തോ സാധനമാണെന്ന് വിചാരിക്കും. ഒന്ന് ഫേസ് ഡിഫറൻസ് ഈ 5 അതാ ചോദിച്ചു. ഫേസ് ആംഗിൾ ബിറ്റ്വീൻ നോക്കാം വോൾട്ടേജ് ആൻഡ് കറണ്ട്. അത് നമുക്കറിയാം, വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി. ക്വസ്റ്റ്യൻ ഏത് ഏതാ സർക്യൂട്ട് നമ്മൾ അടുത്ത വായിച്ചോ. ഇൻ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ നമുക്ക് അറിയാം അവിടെ ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അവിടെ ഫേസ് ഡിഫറൻസ് ഇല്ല, ദേ ആർ ഇൻ ഫേസ്. ഫേസ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്നാ 0 ആയിരിക്കും. അപ്പം ആൻസർ എന്നാ 0. ഓക്കെ, ഇത്രയാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചെങ്കിലേ പോവും. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാണ്ട് പോയി 90 നൂറ്റിയാലോ തീർത്തില്ലേ. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യനാണ്, വായിച്ചു നോക്കണം. കുറേ ആൾ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അവസാനത്തെ ഘട്ടത്തിൽ ക്വസ്റ്റ്യൻ വായിക്കില്ല, അങ്ങനെ ഉണ്ടാവും. ഈ 90 എല്ലാം നല്ല ഈ ഡിഗ്രിയാണ്, അധികം ആൾ പോയി കൊത്തു. കാരണം 90 അധികം 45 അല്ലോ അധികം ഈ ആൻസറായിട്ട് വരുന്ന ഇതാണ്. അപ്പോൾ അതാണ് കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളെ ഈ സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. കുറച്ച് നല്ല ലെങ്ത്തായിട്ട് വന്നിരുന്നു എനിക്ക് തോന്നുന്നത്. അത്രയും കുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ബട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഫസ്റ്റ് വീഡിയോ ആണല്ലോ, നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ
കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ വേണ്ടത്, അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് വേണ്ടത്, ഇതേപോലെ തന്നെ ഡീപ്പായിട്ടുള്ള വേണോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടാണോ വേണ്ടത് എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഡയമെൻഷൻലെസ്? ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. എല്ലാവരും 100% ആൾക്കാർ തെറ്റിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനാണ്. നമ്മളോട് ചോദിക്കുന്നത് ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ +1 ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സും ഡയമെൻഷനിൽ നമ്മൾ ഡയമെൻഷൻ കുറേ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനിൽ കണ്ടമാനം പഠിച്ച ചാപ്റ്റർ അത്. അപ്പോൾ ഈ ചാപ്റ്റർ അത് പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ +1 +2 എല്ലാം നമ്മൾ കുറേ ക്വാണ്ടിറ്റീസ് പഠിക്കുന്നുണ്ട്, പുതിയ 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 ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡയമെൻഷൻ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം ബേസ് ചെയ്ത് നേടിയ യൂണിറ്റ് ഡയമെൻഷൻ. പക്ഷേ യൂണിറ്റ് ഡയമെൻഷൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റീസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ എങ്കിൽ അടുത്ത ആ ബേസ് വെച്ച് നിങ്ങൾ എല്ലാത്തിൻ്റെയും ഡയമെൻഷനൊക്കെ പഠിച്ചു വെക്കണം. ഇപ്പോൾ ചോദിച്ചാൽ ഇപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്നാണ് ചോദിച്ചാൽ പറയാൻ പറ്റണം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ അവിടെ പഠിക്കുന്നതാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റീസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റി, ഈ ക്വാണ്ടിറ്റീൻ്റെ അകത്ത് ഡയമെൻഷൻ ലെസ് ആയില്ല, അതോ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി അതാണ് ചോദിക്കുന്നത്. ഓക്കെ റെഡി, നമുക്കൊന്ന് വായിച്ചു നോക്കാം ഓപ്ഷന്. പവർ ഫാക്ടർ നമ്മൾ പറഞ്ഞല്ലോ, പവർ ഫാക്ടർ എന്തെങ്കിലും ഇക്വേഷൻ കോസ് ഫൈ മീൻസ് ഫൈ എന്താ ഫേസ് ഡിഫറൻസ് പഠിച്ചു വെച്ചോ. അടുത്ത റെസണൻറ്റ് ഫ്രീക്വൻസി നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ω1/√LC പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്വാളിറ്റി ഫാക്ടർ പറഞ്ഞ ഈ ക്വാളിറ്റി ഫാക്ടർ അതെല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടോ. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഗ്രാഫ് ഉണ്ടല്ലോ, ഈ ഗ്രാഫിനകത്ത് ഈ ഷാർപ്പായിട്ടുള്ള പോയിന്റ് ഉണ്ടാവില്ല, ആ ഷാർപ്നെസ് അത് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ക്വാളിറ്റി ഫാക്ടർ ആണ്. ക്വാളിറ്റിയാണ് ഈ സർക്യൂട്ടിനകത്ത് ഈ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് ഉണ്ട്, ആ ഷാർപ്പായിട്ടുള്ള പോയിന്റ്, അതിന് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ നോക്കാം. ഡീപ്പായിട്ട് പോകുന്നില്ല, അതാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് അറിഞ്ഞു വെക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാനുള്ളത് പവർ ഫാക്ടർ നോക്കാം. പവർ ഫാക്ടർ എന്താണ്? കോസ് ഫൈ ആണ്. നമ്മൾ യൂണിറ്റ്സ് ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ട്. ഈ ട്രിഗണോമെട്രിക് ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ഇല്ല. കോസ് എന്നത് ട്രിഗണോമെട്രിക് ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ കോസിൻ്റെ കൂടെ എന്ത് വന്നാലും ഡയമെൻഷൻ ഇല്ല. പവർ ഫാക്ടർ എന്നാൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. അടുത്ത ക്വാളിറ്റി ഫാക്ടർ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഷാർപ്നെസ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഇതില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ക്വാളിറ്റി ഫാക്ടറിനും ഡയമെൻഷൻ ഇല്ലാതെ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങളിപ്പം പവർ ഫാക്ടർ ഇതേപോലെ ആലോചിച്ച് പവർ ഫാക്ടറാണ്, പക്ഷേ നമ്മൾ എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കണം എന്നുള്ളത് ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. കാരണം വെച്ചാൽ 4ാമത്തെ ഓപ്ഷൻ ബോത്ത് 1 and 3 ആണ്. ഈ ക്വാളിറ്റി ഫാക്ടറിനും ഡയമെൻഷൻ ഇല്ലാന്ന് ആലോചിച്ച് വെച്ചോ. അപ്പോൾ നമ്മൾ ആൻസർ ബോത്ത് 1 and 3 ആണ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ 5 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. ഈ 5 ക്വസ്റ്റ്യനും നല്ല ഡീപ്പായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുള്ളത് അറിയില്ല. ഇനി അഥവാ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക. എന്തായാലും വീഡിയോ സ്കിപ്പടിച്ച് കാണാണ്ടിരിക്കുക. ഈ 5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആൾട്ടർനേറ്റീവ് കണ്ടുപോയിട്ട് കുറച്ചുകൂടി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ക്വാളിറ്റി ഫാക്ടറിന് അതിൻ്റെ എല്ലാ ഇക്വേഷൻസൊക്കെ ഉണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ കൊണ്ട് ഈ സെഷനിനകത്ത് നമ്മളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ ട്രാൻസ്ഫോമറും കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വേണ്ടിയിട്ട് നല്ല കിടുക്കാച്ചി നോട്ടായിട്ട് ചെറിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ എൻട്രൻസിന് വേണ്ടത്, അതായത് കുസാറ്റ് എക്സാമിന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ള രീതിയിൽ ചെറുങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് വെറും 10 മിനിറ്റ്. അതിനാണ് എന്തായാലും 10 മിനിറ്റിൽ തീർക്കാൻ നോക്കും. എന്തായാലും ഇതേപോലെ അധികം നീട്ടി വലിക്കുന്നില്ല. ഇത് കുറച്ച് നല്ലോണം നീട്ടി വെച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. നിങ്ങൾ പറ്റുന്നിടത്തോളം കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.